പ്രൈസ് ദി ലോർഡ്. ദൈവം സർവശക്തൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഗിലെയാദിലെ തിസ്ബയിൽ നിന്നുള്ള തിസ്ബ്യനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണെ, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല. ഇത്ര ഉറപ്പോടെ ഇത് പറയുവാനുള്ള കാരണം, ദൈവം പറഞ്ഞാൽ ഏലിയാവും, ഏലിയാവ് പറഞ്ഞാൽ ദൈവവും കേൾക്കും. തുടർന്ന് ദൈവാലോചന പങ്കുവച്ചവനെ സംരക്ഷിക്കേണ്ടതും പുലർത്തേണ്ടതും ദൈവമാണ്. ഏലിയാവിനോട് ദൈവം പറയുകയാണ്, യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്ക. തോട്ടിൽ നിന്ന് കുടിച്ചുകൊള്ളണം. നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. നാം ദൈവാലോചനയുടെ മുൻപിൽ വിധേയപ്പെട്ടാൽ ആലോചന നൽകിയ ദൈവം നമ്മെ സംരക്ഷിക്കുകയും നാം പ്രതീക്ഷിക്കാത്തവരിൽ കൂടി ദൈവം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. ഇവിടെ ഏലിയാവ് ഒളിച്ചിരിക്കുന്ന പ്രദേശത്ത് മഴ പെയ്യായികയാൽ കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. അപ്പോൾ ദൈവം ഏലിയാവിനോട് സംസാരിക്കുകയാണ്, സീദോനോട് ചേർന്ന സാരാഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക. നിന്നെ പുലർത്തേണ്ടതിന് അവിടെ ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. യോർദാന് കിഴക്കുള്ള കെരീത്തിൽ കാക്കയോട് കൽപ്പിച്ചവൻ സീദോനോട് ചേർന്ന സരാഫാത്തിൽ വിധവയോട് കൽപ്പിക്കുന്നു. കെരീത്തിൽ തോട്ടിലെ വെള്ളവും വറ്റി കാക്കയുടെ വരവും നിലയ്ക്കുകയാണ്. ദൈവാലോചനയുടെ മുൻപിൽ വിധേയപ്പെട്ട ഏലിയാവിന്റെ ജീവിതത്തിൽ 2 വഴികൾ അവിടെ അടയുന്നു. സാരേഫാത്തിൽ വിധവയെ കണ്ട ഏലിയാവ് വിധവയോട് തന്റെ ആവശ്യം അറിയിച്ചു. എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണം, ഒരു കഷണം അപ്പം കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുപോരണം. അപ്പോൾ വിധവ ഏലിയാവിനോട് പറയുന്നത്, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരു അപ്പവുമില്ല. ഇതാ 2 വിറക് പെറുക്കുന്നു. ഇത് കൊണ്ടുചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കയാകുന്നു. വിധവയുടെ അവസ്ഥ ശൂന്യവും ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനുള്ള യാതൊരു പ്രതീക്ഷയുമില്ല. ഇത് കേട്ടിട്ട് ഏലിയാവ് വിധവയോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, എനിക്ക് ചെറിയൊരു അട ഉണ്ടാക്കി കൊണ്ടുവരിക. പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല. യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. കെരീത്തിൽ തോട്ടിലെ വെള്ളം വറ്റുകയും കാക്കയുടെ വരവ് നിൽക്കുകയും ചെയ്തപ്പോൾ സാരാഫാത്തിൽ 2 വഴികൾ തുറക്കുകയാണ്. കലത്തിലെ മാവ് തീർന്നുപോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. ഏലിയാവ് ദൈവാലോചനയ്ക്ക് മുൻപാകെ വിധേയപ്പെട്ടപ്പോൾ അവന്റെ വഴികൾ അടഞ്ഞെന്ന് തോന്നിയാലും അവനെ പുലർത്തുവാൻ ദൈവം ശക്തനാണ്. യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനം അനുസരിച്ച വിധവയുടെ ജീവിതത്തിലും അവിടെ ശൂന്യതകളെ ദൈവം മാറ്റുകയും തൃപ്തിയുടെ അനുഭവത്തിലേക്ക് ദൈവം അവളെ നടത്തുകയും ക്ഷാമകാലത്ത് ക്ഷേമമായി ദൈവം അവളെ പുലർത്തുകയും ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ പ്രതീക്ഷയില്ലാത്തിടത്ത് ദൈവം അവളെ വഴി നടത്തുകയും ചെയ്യുന്നു. ഇവിടെ നാം പരിശോധിക്കുമ്പോൾ 1 ദൈവാലോചനയുടെ മുൻപിൽ നമ്മെ വിധേയപ്പെടുത്തുക, 2 ദൈവാലോചന അനുസരിക്കുക, 3 ദൈവത്തിന്റെ കരുതൽ കാണുക അഥവാ അനുഭവിക്കുക. ദൈവത്തിന്റെ കൽപ്പന നിറവേറ്റുന്ന കാക്കയെ കാണുവാൻ കഴിയും. തോട് വറ്റിപ്പോകുമ്പോൾ ദൈവത്തിന്റെ കരുതൽ കഴിഞ്ഞു എന്ന് തോന്നാം. കാക്കയുടെ വരവും തോട്ടിലെ വെള്ളവും വറ്റിപ്പോയാലും നിരാശരാകരുത്. സാരാഫാത്തിലെ കരുതൽ കാണുവാൻ പോവുകയാണ്. നാം മുഖാന്തരവും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. ഒരിടത്ത് 2 വഴികൾ അടയുമ്പോൾ ഓർത്തുകൊള്ളണം, മറ്റൊരിടത്ത് ദൈവം 2 വഴികൾ തുറക്കുവാൻ പോവുകയാണ്. ദൈവം പറഞ്ഞത് ഏലിയാവ് അനുസരിച്ചു, ഏലിയാവിൽ കൂടി ദൈവം പറഞ്ഞത് വിധവ അനുസരിച്ചു. അതെ, ദൈവാലോചനയുടെ മുൻപാകെ നാം നമ്മെ തന്നെ വിധേയപ്പെടുത്തുക. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.